വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി ഉൽപ്പാദനം എന്നതിന് ഉപരി വിഷരഹിത പച്ചക്കറികൾ അടുക്കള തോട്ടത്തിലൂടെ ഉൽപ്പാദിപ്പിച്ച് വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുകയാണ് ഇൻഫാം മഹിളാ സമാജിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ പറഞ്ഞു. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ മഹിളാ സമാജ് അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിനെ പുഷ്ടിപ്പെടുത്തുക, ഗുണമേന്മയുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക, കുടുംബത്തിൻ്റെ വരുമാനവും ആരോഗ്യവും വർദ്ധിപ്പിക്കുക, വിഷരഹിത പച്ചക്കറികൾ ഉപയോഗത്തിലൂടെ രോഗങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ അടുക്കളയിലും അണിയറയിലും അരങ്ങത്തും പ്രവർത്തിക്കേണ്ടവരാണ് മഹിളാ സമാജ് അംഗങ്ങളെന്നും ഫാദർ തോമസ് മറ്റമുണ്ടയിൽ കൂട്ടിച്ചേർത്തു. ഇൻഫാം അംഗങ്ങളായ കർഷക കുടുംബങ്ങളിലെ സ്ത്രീകൾ അവരെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടി ആ കൂടുതൽ സമ്മേളനത്തിൽ 1000 ഏതാണ്ട് 4000-ഓളം അംഗങ്ങൾ 2 സ്ഥലങ്ങളിലുമായി സമ്മേളിച്ചു. 8000 വനിതകളുടെ സമ്മേളനം 2 സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ക്രമീകരിച്ചു. വളരെ മനോഹരമായി അത് ആവിഷ്കരിക്കുന്നതിന് കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും സാധിച്ചു, താലൂക്ക് ഭാരവാഹികൾക്കൊക്കെ സാധിച്ചു എന്നത് വളരെ അഭിമാനാർഹമായ ഒരു കാര്യമാണ്. അന്ന് നമ്മൾ പ്രഖ്യാപിച്ചതനുസരിച്ച് ഇൻഫാമിന്റെ വനിതാ വിങ്ങായ ഇൻഫാം മഹിളാ സമാജ് എന്ന പോഷക സംഘടന രൂപം കൊടുക്കുന്നതായി നമ്മൾ പ്രഖ്യാപിച്ചു. അതിന്റെ ഫലമായി കാർഷിക ഗ്രാമങ്ങളിൽ, കാർഷിക യൂണിറ്റുകളിലും അതിനുപരി കാർഷിക ഗ്രാമങ്ങളിലും അതിനു മുകളിലത്തെ ഫലമായ കാർഷിക താലൂക്കുകളിലും എക്സിക്യൂട്ടീവുകൾ രൂപീകരിക്കപ്പെട്ടു. ഇനി ഏതായാലും ചുരുക്കം ചില ഗ്രാമങ്ങളിൽ മാത്രമാണ് ഇൻഫാം മഹിളാ സമാജ് രൂപീകരിക്കപ്പെടാനുള്ളത്. വളരെ ചുരുക്കം 10-ൽ താഴെ ഗ്രാമങ്ങളുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ റോബിൻ പട്ടർകാലയിൽ, ഫാദർ ആൽബിൻ പുൽത്തകിടിയൽ, ഫാദർ ജിൻസ് കിഴക്കൽ, സിസ്റ്റർ ആനി ജോൺ SH, ദേശീയ ട്രഷറർ ജെയ്സൺ ജോസഫ് ചെമ്പ്ലയിൽ, ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ നെൽവിൻ സി ജോയി, ഇൻഫാം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് PV മാത്യു പ്ലാന്തറ, സംസ്ഥാന ട്രഷറർ തോമസ് തുപ്പലഞ്ഞിയിൽ, കാർഷിക ജില്ലാ സെക്രട്ടറി തോമസ് കുട്ടി വാരണത്ത്, ട്രഷറർ അലക്സാണ്ടർ PM, വൈസ് പ്രസിഡന്റ് ബേബി ഗണപതി പ്ലാക്കൽ, പ്രൊഫസർ സാലിക്കുട്ടി തോമസ് വൈക്കുന്നേൽ, ആൻസമ്മ സാജു കൊച്ചുവീട്ടിൽ, മോളി മാത്യു വെട്ടിക്കൽ, വിവിധ താലൂക്കിലെ പ്രതിനിധീകരിച്ച് റാണിമോൾ ജോർജ് മുള്ളൻകുഴിയിൽ, ജിസ്മി പുളിക്കക്കുന്നേൽ, ആൻസി ജോസ് ഒഴുകയിൽ, ആലീസ് കുന്നത്ത് പതിയിൽ, റോഷ്ന സീമ തോമസ് കുന്നത്ത്, ഗ്രേസി അബ്രഹാം താന്നിക്കപ്പാറ, ഷാൻഡി മാത്യു തൈപ്പറമ്പിൽ, എൽസമ്മ ടോമി പുഴിക്കുലിയിൽ, ജയമ്മ ജോസഫ് വളയത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തിൽ ഇൻഫാം മഹിളാ സമാജിന്റെ ഭാരവാഹികളായി സിസ്റ്റർ ആനി ജോൺ SH ചെയർപേഴ്സണായും, പ്രൊഫസർ സാലിക്കുട്ടി തോമസ് വൈക്കുന്നേൽ സെക്രട്ടറിയായും, ആൻസമ്മ സാജു കൊച്ചുവീട്ടിൽ ട്രഷററായും തെരഞ്ഞെടുത്തു. ഇൻഫാം മഹിളാ സമാജിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അടുക്കള തോട്ടത്തിലേക്കുള്ള പച്ചക്കറി തൈകളും ഡോണമൈറ്റും പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് വിതരണം ചെയ്യും. ആദ്യഘട്ടത്തിൽ നെല്ലി, നാരകം, മുരിങ്ങ, കറിവേപ്പില, കോവൽ എന്നിവയുടെ തൈകളാകും വിതരണം ചെയ്യുക. അടുത്ത വർഷത്തെ വനിതാ ദിനാചരണത്തിൽ മികച്ച അടുക്കള തോട്ടത്തിന് കാർഷിക ജില്ലാ അടിസ്ഥാനത്തിൽ ഇൻഫാം മഹിളാ രത്ന അവാർഡുകൾ വിതരണം ചെയ്യും. 1 പവൻ, 3/4 പവൻ, 1/2 പവൻ, 1/4 പവൻ സ്വർണം വീതമാണ് സമ്മാനമായി നൽകുക. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.